അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല, 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. FIR ഇടാനൊരു കുത്തിയിരിപ്പ് വേണോ? സാധാരണ ഏത് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യമല്ലേ അത്? അതിന് റോഡിൻ്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ. അവർ സ്വയമേവ ചെയ്തുകൊണ്ടില്ലേ അത്? അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആയി എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കുന്നവരെ ഇത് തുടരും. അതേ ഉള്ളൂ. ഓ, സംസ്ഥാനത്തിന്റെ കാര്യത്തിലുള്ള കേന്ദ്ര ഇടപെടലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഈ RSSന്റെ പട്ടികയിൽ പെടേണ്ട ആളാണ് ഇദ്ദേഹം എന്ന് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തെ ഇരിക്കട്ടെ എന്ന് അവർ വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകാതിരിക്കുകയാണ്. അതെൻ്റെ ചുമതലയല്ല, ഇപ്പോഴത്തെ ചുമതലയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. ഈ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഒരേ കൂട്ടൽ കളിക്കുന്ന കാലത്ത് കേരളത്തിൻ്റെ പല മേഖലയെയും നേരിടാൻ വേണ്ടി CRPFനെ ഇവിടെ ഇറക്കിയിരുന്നു. ആ കാലമൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ടൊന്നും കേരളം വല്ലാതെ തകർന്നു പോയിട്ടില്ലല്ലോ. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ. അത് നമുക്ക് നോക്കാം എവിടെ എത്തുന്നു. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി. പ്രതിപക്ഷ നേതാവും ഇദ്ദേഹവും ഗവർണറും പറഞ്ഞത് ഒരേ രീതിയിൽ തന്നെയല്ലേ. ഞങ്ങളെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടി കടുപ്പത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഇറങ്ങി പ്രക്ഷോഭം നടത്തിയ കാര്യത്തെപ്പറ്റി ഗവർണർ പറഞ്ഞതും പ്രതിപക്ഷ നേതാവും പറഞ്ഞതും ഒരേ സ്വരാണല്ലോ. ഏകദേശം വാചകം തന്നെ ഒന്നാണല്ലോ. എങ്ങനെയാണ് അത്ര താതാത്മ്യം പ്രാപിക്കാൻ ഇവർക്ക് കഴിയുന്നത്? അതൊരു ആശ്ചര്യകരമായ കാര്യമാണ്.